ഹായ്, ഹലോ, അന്യോം അഖിൽസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ രാവിലെ നമ്മൾ പള്ളിയിലേക്ക് പോയി തിരിച്ചു വന്നു. ഉച്ചയായപ്പോൾ നമുക്ക് കോട്ടയം വരെ ഒന്ന് പോകണം. ESA ഹോസ്പിറ്റലും പോകണം. നമുക്ക് ആലൻസുള്ളിയിൽ നിന്ന് നമുക്ക് പർച്ചേസും ചെയ്യണം. അങ്ങനെ വെച്ചിട്ട് നേരെ മേലേക്ക് കയറി. ഞാൻ മേലേക്ക് കയറി ചെന്നപ്പോഴാണ് ഹെൽമെറ്റ് എടുത്തില്ല. ഹെൽമെറ്റ് എടുക്കാതിരിക്കുന്ന എൻ്റെ ഒരു പതിവാണ്. അങ്ങനെ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കിട്ടി വീട്ടിൽ പോയി ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമ്മൾ നേരെ പോകുന്നത് കുന്നന്താനത്തേക്കാണ്. അങ്ങനെ നമ്മൾ കുന്നന്താനം വന്നു. കുന്നന്താനത്തു നിന്നാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. കോട്ടയം വരെ പോകുന്നതുകൊണ്ട് നമ്മൾ കുന്നന്താനത്ത് നിന്ന് പെട്രോൾ അടിച്ചാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പുതുപ്പള്ളി കൂടെയാണ് പോകുന്നത് വടവാതൂരിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്കാണ് വടക്കേക്കര LP സ്കൂൾ കണ്ടത്. നല്ല രസമാണ് കാണാൻ വേണ്ടി. പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും പിള്ളേരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂളാണത്. പിന്നെ ഞങ്ങൾ പുതുപ്പള്ളി പള്ളി കണ്ടു. ഞങ്ങൾ വടവാതൂരിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് ഷോപ്പൊന്നുമില്ല, ഫ്രൂട്ട്സിൻ്റെ ഷോപ്പൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭായിമാരൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സോഡ നാരങ്ങയും സീഗ്നയും കഴിച്ചു. പിന്നെ ഞങ്ങൾ ESലേക്ക് പോകുന്ന വഴിക്കാണ് MRFൻ്റെ കമ്പനി കാണുന്നത്. അങ്ങനെ നമുക്ക് കമ്പനിയുടെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ വടവാതൂർ ESയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി പോയി. പിന്നെ വണ്ടി തിരിച്ചു നമ്മൾ അകത്തേക്ക് കയറി. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വടവാതൂർ ESA വന്നു. നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ചേച്ചി മുടിയൊക്കെ ചീവി സെറ്റാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഷായിപ്പാനെ കാണാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ്. ചെന്നപ്പോൾ ഭയങ്കര ബിസിയായിരുന്നു. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്ററൊക്കെ ഇട്ട് മുറിവൊക്കെ ഉണങ്ങി തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാസ്ക് മേടിക്കാനായിട്ട് വെളിയിലൊരു ഷോപ്പിലേക്ക് പോയി. കാരണം ആൻറ്റിക്ക് പനി ആയതുകൊണ്ട് മാസ്ക് വെക്കണം. ഒന്നാമത് ഹോസ്പിറ്റലും കൂടെ ആയതുകൊണ്ട് ഫീവറും കൂടെ ആയതുകൊണ്ട് മാസ്ക് മേടിച്ചു കൊടുക്കാനായിട്ട് പോയി. മാസ്ക് മേടിച്ചു കൊടുക്കാൻ ആൻറ്റിയോട് പറഞ്ഞു. ആൻറ്റി 15 രൂപയോ ഒരു മാസ്കിന് എന്നൊക്കെ പറഞ്ഞ്. ആൻറ്റി ചോദിച്ചു അത്രയും രൂപയാണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ചു. പിന്നെ അവിടുന്ന് മാസ്കൊക്കെ മേടിച്ചു കൊടുത്തു. ആൻറ്റി ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് കളത്തിപ്പടി അലൻസൊള്ളിയിലേക്കാണ്. എൻ്റെ അനിയന് വേണ്ടി പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത്. അവൻ്റെ കൂട്ടുകാരൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൊടുത്തു വിടാൻ വേണ്ടിയാണ് അവൻ്റെ ഷർട്ടും പാൻസും ഓഫീസിൽ ഇടാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാണ് അലൻസൊള്ളിയിലേക്ക്. അങ്ങനെ നമ്മൾ കോട്ടയം കളത്തിപ്പടി അലൻസൊള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് തിരുവല്ലയിലും അലൻസൊള്ളിയും ഉണ്ട്. പക്ഷേ കോട്ടയത്തെ അത്രയും ഓഫേഴ്സ് നമുക്ക് തിരുവല്ലയിൽ കിട്ടത്തില്ല. ഇവിടെ ബൈ 5 ഗെറ്റ് 7 ഫ്രീ ഓഫേഴ്സാണ് ഇവിടെയുള്ളത്. നല്ല കസ്റ്റമേഴ്സാണ്. ഇവിടെ മെൻസിൻ്റെയും വുമൻസിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ നല്ല കളക്ഷൻസാണ്. മെൻസിൻ്റെ പാൻറ്റിലും ഷർട്ടിനാണെങ്കിലും വുമൻസിൻ്റെ ആണെങ്കിലും ജൂനിയേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാം നല്ല കളക്ഷൻസാണ്. നമുക്ക് ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഔട്ട്ഫിറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം ഫിറ്റും സ്ലിം ഫിറ്റും പാൻറ്റിനും ഷർട്ടിനും അവൈലബിൾ ആണ്. അത് നമുക്ക് കസ്റ്റം ഫിറ്റ് നമ്മൾ ഇപ്പോൾ ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൂസാണെങ്കിൽ നമുക്ക് അവിടെ മെഷർമെൻറ്റ് എടുത്ത് ടൈലറിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് 1-2 ഡേയ്സിനുള്ളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അച്ഛൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ച കോപ്രായാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ അവന് ഡ്രസ്സ് എടുത്തു, അയച്ചു കൊടുത്തു. ഓക്കെ ആണെന്ന് പറഞ്ഞു. 2 പാൻറ്റും 4 ഷർട്ടുമാണ് എടുത്തത്. ഒരെണ്ണം അച്ചാച്ചനും കൂടെ എടുത്തു. അച്ചാച്ചന് കുറച്ച് ലൂസാണ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റോയോട് പറഞ്ഞു. ക്രിസ്റ്റോ എന്നാണ് പേര്. ക്രിസ്റ്റോയോട് പറഞ്ഞ് അന്ന് ടൈലർ ഇല്ലാത്തതുകൊണ്ട് ക്രിസ്റ്റോയാണ് മെഷർമെൻറ്റൊക്കെ എടുത്തത്. അപ്പം നമുക്ക് മെഷർമെൻറ്റൊക്കെ ഇതുപോലെ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഷോപ്പിൽ പോയി കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അച്ചാച്ചൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി പുതുപ്പള്ളിയുടെ അവിടെയാണ് നിർത്തിയത്. അവിടെ ഒത്തിരി തിരക്കായതുകൊണ്ട് കുറച്ച് മാറ്റിയാണ് നിർത്തിയത്. അവിടെ നമ്മൾ ചായയും പരിപ്പുവടയും ഉഴുന്നുവടയും കഴിച്ചു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ.